വിശദമായി ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് അടച്ചുപൂട്ടിയ കൊടകര മനക്കുളങ്ങരയിലെ ബീവറേജസ് ഔട്ട്ലെറ്റ് വീണ്ടും തുറക്കാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ അനിശ്ചിതകാല സത്യഗ്രഹ സമരം ആരംഭിച്ചു. നേരത്തെ കൊടകര ദേശീയപാതയോരത്ത് പ്രവർത്തിച്ചിരുന്ന മദ്യവിൽപ്പന കേന്ദ്രം സുപ്രീംകോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് മനക്കുളങ്ങരയിലേക്ക് മാറ്റി സ്ഥാപിച്ചത്. ജനങ്ങളുടെ എതിർപ്പ് വകവയ്ക്കാതെ പോലീസ് സഹായത്തോടെയാണ് ഇവിടെ ഔട്ട്ലെറ്റ് തുറന്നത്. സ്ഥാപനം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് പഞ്ചായത്തിന്റെ അനുമതിയില്ലാത്തതിനാൽ ഔട്ട്ലെറ്റ് പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർ നോട്ടീസ് നൽകിയിരുന്നു. ഇതേ തുടർന്ന് ബിവറേജസ് കോർപ്പറേഷൻ അധികൃതർ മദ്യവിൽപ്പന കേന്ദ്രം അടച്ചുപൂട്ടി. എന്നാൽ നിയമ നടപടിയിലൂടെ ഔട്ട്ലെറ്റ് വീണ്ടും തുറക്കാനുള്ള നീക്കം നടക്കുന്ന സാഹചര്യത്തിലാണ് ജനകീയ സമരസമിതി അനിശ്ചിതകാല സത്യഗ്രഹ സമരം തുടങ്ങിയത്. മനക്കുളങ്ങര കൃഷ്ണവിലാസം സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഐക്യദാർഢ്യ റാലി നടത്തി. ബിവറേജസ് ഔട്ട്ലെറ്റ് പരിസരത്ത് ആരംഭിച്ച സത്യഗ്രഹം പ്രൊഫസർ കുസുമം ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ജനകീയ സമരസമിതി ചെയർമാനുമായ ഇ.എൽ. പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു. എൻ.വി. ബിച്ചു, ഉണ്ണിമോൻ നാരായണത്തോട്ടത്തിൽ, കല്യാണി ഉണ്ണിക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. സീതമ്മ ആനാത്ത്, സിന്ധു മുരളീധരൻ, ദിവ്യ ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. TCV കൊടകര. എടത്തുരുത്തി പഞ്ചായത്തിലെ